ഇന്നത്തെ സ്വർണ്ണവിലയിലെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 11 ബുധനാഴ്ച. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് പവൻ ഇന്ന് 200 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഒരു പവന്റെ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 1,16,240 രൂപയായി മാറി. ഇനി 1 ഗ്രാമിന്റെ കണക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഗ്രാമിന് ഇന്നത്തെ സ്വർണ്ണത്തിന്റെ വില വരുന്നത് 14,530 രൂപയാണ് കേട്ടോ. അതുപോലെ 24 ക്യാരറ്റ് അതായത് പ്യുവർ ഗോൾഡിന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 1 ഗ്രാമിന് 15,851 രൂപയാണ്. അതായത് ഒരു പവന് 1,26,808 രൂപയാണ് ആവുന്നത്. അതുപോലെ 18 ക്യാരറ്റ് പരിശോധിക്കുന്ന സമയത്ത് 1 ഗ്രാമിന് ഇന്നത്തെ വില വരുന്നത് 11,889 രൂപയാണ് കേട്ടോ. ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ഇപ്പൊ ചോദിക്കാറുണ്ട് ഈ പറഞ്ഞ വിലക്കൊക്കെ ആഭരണങ്ങൾ വാങ്ങാനായിട്ട് പറ്റുമോ എന്ന്. സത്യത്തിൽ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുമ്പം 3% GST, അതുപോലെ ഹോൾമാർക്കിന്റെ ചാർജ്, പിന്നെ 5% മുതൽ പണിക്കൂലിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം ഇന്നത്തെ റേറ്റിന് ഒരു പവൻ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 1,28,000 മുതൽ 1,30,000 വരെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഓരോ ഡിസൈൻ അനുസരിച്ചും മോഡൽ അനുസരിച്ചും പണിക്കൂലിയിൽ മാറ്റം വരും. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൈസിലും മാറ്റം വരും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു സ്വർണ്ണവില ചാഞ്ചാടുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഇതിന്റെ പ്രധാനമായിട്ടും ഈ ഒരു സ്വർണ്ണത്തിന്റെ വില കൂടിയും കുറഞ്ഞും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് US-ഉം ഗ്രീൻലാൻഡും തമ്മിലുള്ള തർക്കം, പിന്നെ റഷ്യ യുക്രൈനുള്ള യുദ്ധം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾ സ്വർണ്ണത്തിന് ഒരു സുരക്ഷിത നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് പേര് സ്വർണം വാങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസം പരിശോധിക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ റേറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇടിയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. അതായത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുന്നതനുസരിച്ച് സ്വർണത്തിന്റെ ആ ഒരു റേറ്റിലും നല്ല രീതിയിൽ കുറവ് വരും. അപ്പം അതിനനുസരിച്ച് കുറേ പേരൊക്കെ സ്വർണം വിൽക്കാറുമുണ്ട് ഇപ്പം. അതുകൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാലും സ്വർണ്ണം എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഞാൻ നേരത്തെ ഒക്കെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെങ്കിൽ പണിക്കൂലിയൊന്നും ഇല്ലാത്ത കോയിൻ വാങ്ങിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് കോയിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഷോപ്പിൽ പോയ സമയത്ത് ഒരുപാട് കോയിൻസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതായത് 1 പവൻ്റെയും 2 പവൻ്റെയും നല്ല രീതിയിലൊക്കെ ആൾക്കാർ ഗോൾഡിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ എമൗണ്ടിൽ എന്ത് ചെയ്യുക, കോയിൻ പർച്ചേസ് ചെയ്യുക. ആഭരണങ്ങൾ പണിക്കൂലി കൊടുത്ത് വാങ്ങിക്കേണ്ട. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു കോയിൻ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് 24 ക്യാരറ്റിൻ്റെ കോയിൻ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പുതിയ ഗോൾഡ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്